ജോസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇരുകൂട്ടരും ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അത് വോട്ടാക്കാനും അല്ലെങ്കിൽ എതിരാളികളെ പ്രതിരോധത്തിലാക്കാനുമാണ്. യഥാർത്ഥത്തിൽ ഇത് ആർക്കാവും തിരിച്ചടിയാവുക? സാർ നമസ്കാരം. നമസ്കാരം. അതെ, വോട്ടല്ല അതിൽ പ്രശ്നം. കേരളത്തിലെ ജനങ്ങള് ഈ ശരിക്കുമുള്ള ജനജീവിതങ്ങൾ മൊത്തം ദുസ്സഹമാക്കുന്ന ഈ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് കടത്തിവിട്ടു. അതായത് ജനങ്ങളെ എങ്ങനെ ഒരു പെൺകുട്ടികളൊക്കെ ധൈര്യമായിട്ടൊരു സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ഇവരുടെ കൂട്ടത്തിലേക്ക് പറഞ്ഞു വിടുന്നത് ചിന്തയിലേക്കായി. ഇപ്പം ഓരോ സ്ത്രീകളും പോകുന്നു. ആരാണ് നല്ല സുന്ദരിയായ പെണ്ണ അപ്പത്തിന് ഫോൺ നമ്പർ മേടിക്കുന്നു, വിളിക്കുന്നു, കൊണ്ടുപോകുന്നു, പീഡിപ്പിക്കുന്നു, എന്നിട്ട് ചവിട്ടിക്കൊല്ലു എന്ന് പറയുന്നു. അപ്പൊ അവര് തന്നെ സംരക്ഷിക്കുന്നു. ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത് കർണാടകയിലാണെന്ന് പറയുന്നത്. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ്സുകാര്. അവിടുത്തെ കോൺഗ്രസ്സുകാരുടെ കേരള പോലീസ് ശ്രീ ജോസ്, ഈ കേരള പോലീസിന് ആ പെൺകുട്ടി പരാതി പോകാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത സമയം പോലെ അറിയുന്നല്ലേ? അപ്പൊ കേരള പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ കേരള പോലീസ് നോക്കിക്കൊണ്ടിരുന്നോ? അതോ കേരള പോലീസിന് അറിയാമായിട്ട് അറസ്റ്റ് ചെയ്യാത്തതാണോ? അതല്ല, അതിനു മുമ്പാണ് അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും പരാതി കിട്ടി. പരാതി കിട്ടുന്നതിന് മുമ്പ് തന്നെ ആ അന്വേഷണം ആരംഭിച്ചിരുന്നത് താങ്കൾക്ക് അറിയാമല്ലോ. പരാതി കിട്ടാൻ പോകുന്നു, മുഖ്യമന്ത്രിയെ കാണാൻ ആ പെൺകുട്ടി എത്തുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ കേരള പോലീസിന് ഇൻഫർമേഷൻ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവർ അപ്പോൾ മുതൽ അയാളെ അവരുടെ സർവൈലൻസിൽ നിർത്തില്ലേ? അവർ കൃത്യമായ അവരെവിടെയാന്ന് ഒരു MLA ക്ക് അങ്ങനെ ഒളിച്ചും പാത്തും പോകാൻ പറ്റുമോ? പരാതിക്കാരി പരാതി കൊടുത്ത് 5 മിനിറ്റ് 10 മിനിറ്റിനകം മുങ്ങുന്നു. പരാതിക്കാരി 10 മിനിറ്റ് മുങ്ങാതിരിക്കാനല്ലേ പോലീസിന്റെ ജോലി? പോലീസിന്റെ ജോലി ആ 10 മിനിറ്റ് മുങ്ങില്ലല്ലോ. പരാതി വാർത്ത പുറത്തു വന്നതിന് ശേഷമല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയത്തുള്ളൂ. അതിനു മുമ്പ് കേരള പോലീസ് അറിഞ്ഞില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാനൊരു പരാതി കൊടുത്തു, സാറും പരാതി കൊടുത്തു. അതിനല്ല വാല്യൂ ആ പെൺകുട്ടി കൊടുത്താണ്. ആ പെൺകുട്ടി കൊടുത്ത പരാതിക്ക് വേണ്ടി ആ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകുന്ന വിവരമെല്ലാം നേരത്തെ അറിഞ്ഞതല്ലേ? അപ്പോൾ അന്നേരം ഇയാൾ മുങ്ങാൻ സാധ്യതയുള്ളെന്ന് അറിഞ്ഞ് അയാളെ എവിടെ പോകുന്നറിയാൻ ശ്രദ്ധിക്കാൻ ആളിനെ നിർത്തേണ്ട ഉത്തരവാദിത്തം കേരള പോലീസിനില്ലേ? അയാൾ ആ നിമിഷം വരെ ഞാൻ സത്യസന്ധനാണ്, ഞാൻ നിയമത്തിന്റെ വഴിയുള്ളൂ, നിയമമാണ് പരമോന്നതം, ഞാൻ നിയമം വിട്ടൊന്നും ചെയ്യില്ല, ഞാൻ നിയമം വിട്ട ഒരു പരിപാടി ഒരു ബോധ്യത്തിലും പോയിട്ടില്ല, എന്റെ ബോധ്യത്തിൽ നിന്ന് ഞാൻ ഇന്ത്യൻ നിയമ സംഹിതയിൽ ജീവിക്കുന്നവനാണെന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നവൻ നിമിഷ നേരോടെ മുങ്ങി എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ ചോദിച്ചാൽ ഈ മുങ്ങുന്നവരെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം കേരള പോലീസിനില്ലേ? ഉണ്ട്. കർണാടകയിൽ അണ്ടർഗ്രൗണ്ട് കർണാടക പോലീസിന്റെ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് എങ്ങനെ കടന്നു? കേരള പോലീസ് ഒത്താശ ചെയ്ത് കൊടുത്തോ? എങ്ങനെ കടന്നു? അതായത് ബോർഡർ ആയാലും അങ്ങനെ ഒരാൾക്ക് കടക്കാൻ കഴിയുമോ? ഒരു ബോർഡറിനകത്ത് ഓടി വന്ന് ഒരു MLA കടക്കാൻ കഴിയുമോ? MLA അതിന് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പ് വരെയും അവിടെ പൊതുസഭ പരിപാടി സജീവമായിട്ട് നിന്ന ആളല്ലേ? ആ പോലീസുകാർ എന്ത് ചെയ്യായിരുന്നു? ബാലിശമല്ലല്ലോ ശ്രീ ജോസ്. എന്റെ ഒരു സംശയം, ഇയാൾക്കെതിരെ അന്വേഷണം തുടങ്ങിയിട്ട് 2-3 മാസമായി. അന്വേഷണം നടക്കുന്നു കേരള പോലീസ്. ഈ പെൺകുട്ടി പരാതി കൊടുക്കാൻ വരുന്നു എന്നുള്ളത് കേരളത്തിലെ എല്ലാ ചാനലുകളും പത്രങ്ങളും എല്ലാം കൊടുത്തു. ആ കൃത്യസമയം എന്തായാലും ഞങ്ങളെക്കാൾ മുമ്പേ ആദ്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണല്ലോ, ഓഫീസിൽ അറിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് തന്നെ കേരള പോലീസ് പറഞ്ഞിട്ടുണ്ട്. ആ കേരള പോലീസ് ആ സമയത്ത് അറിയുമ്പോഴൊക്കെ ഇയാൾ പൊതുപരിപാടിയിലും പുറത്തുകൊണ്ട് അന്നേരം ഒന്നും അവിടെ നിരീക്ഷണത്തിന് സംവിധാനമൊന്നും ഏർപ്പെടുത്തിയില്ലേ? അതോ കേരള പോലീസ് അത്ര ദുർബലമാണോ? ശ്രീ ജോസാണ്. ശ്രീ ജോസ് കട്ടിയായിട്ട് പോയെന്ന് തോന്നുന്നു. ശ്രീ പീതാംബരനാണ്. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ആർക്ക് ഗുണമാകാനാണ് സാധ്യതയുള്ളത്? രണ്ടു കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ടെടുപ്പിൽ അവർക്ക് അനുകൂലമാക്കാൻ വേണ്ടിയാണ്. അതെ, ഹലോ, പറഞ്ഞോളൂ. ഇതിപ്പോ 100% എന്ന് പറയാൻ പറ്റില്ല. ഒരു നല്ലൊരു ശതമാനം ഇത് LDF-ന് ഗുണം ചെയ്യും, ഒരു ചെറിയ ശതമാനം BJP-ക്കും ഗുണം ചെയ്യും. ഇതോടുകൂടി കോൺഗ്രസിന്റെ പേര് ചീഞ്ഞുപോയി. ഇനി ഈ സാധനം എത്ര വളം പൊട്ടി വെച്ചാലും ഈ സാധനം പൊങ്ങി വരില്ല. കാരണം സ്ത്രീകൾക്ക് പുറത്തേക്ക് കിട്ടാൻ പറ്റാത്തൊരു കാലാവസ്ഥ. കോൺഗ്രസ് അതിനെ താളം പിടിച്ചു കൊടുക്കുന്നു. കെ.സുധാകരൻ എവിടെ കെ.സുധാകരൻ എന്താ പറഞ്ഞിരുന്നത്? ഇത് ഒളിവിൽ കൊണ്ടുപോയാൽ കെ.സുധാകരൻ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ ഒളിവിൽ കൊണ്ട് ഇരുത്തി കഴിഞ്ഞിട്ട് പോലീസിനോട് പിടിക്കാൻ പറയുന്നത് എന്ത് വകതിരിവുകളാണ്? ശ്രീ പീതാംബരൻ, ഒളിവിൽ പോവും ഒരു പ്രതി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒളിവിൽ പോവും തിരിച്ചറിയാനും അയാളെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താനും ഒന്നും കഴിയില്ലെങ്കിൽ പിന്നെന്തിനാണ് കേരള പോലീസ് ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല, കേരള പോലീസ് ഇപ്പൊ എന്തോരം കേസ് പിടിച്ചിട്ടുണ്ട്. എന്തോരം കേസിൽ കയറാം അല്ലല്ലോ. ഈ കാര്യത്തിൽ എന്താണ് പിടിക്കാത്തതെന്നാണ് നമ്മുടെ ചോദ്യം. ഒരു MLA 9 ദിവസമായിട്ട് ഒളിവിലാണെന്ന് പറയും. നാണമാവില്ലേ കേരള പോലീസ്? അതെ, ഇത് നാണക്കേടുമില്ല. അതെന്താണ്? കേരള പോലീസ് അത്ര ശേഷിയില്ലേ? അല്ല, അത് ഞാൻ പറയുന്നത് കോൺഗ്രസിനൊരു ബാധ്യതയില്ലേ? കോൺഗ്രസ് ആണോ ഇയാളെ പിടിക്കേണ്ടത്? പോലീസ് അല്ലയോ? കോൺഗ്രസിനാണോ പിടിക്കേണ്ട ഉത്തരവാദിത്തം? മാന്യതയെ പിടിച്ചു, ബാധ്യതയുണ്ട്, ഇന്നാണെന്ന് പറയണം, ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയണം. അതെ, കോൺഗ്രസ്സുകാർക്ക് എങ്ങനെ അറിയാൻ പറ്റും? കോൺഗ്രസ്സുകാർക്ക് അവര് തന്നെ ഒളിപ്പിച്ചേക്കണത്. അവരെ ഒളിപ്പിച്ചേക്കുന്നെങ്കിൽ അത് പിടിക്കാനുള്ള സംവിധാനം കേരള പോലീസിന് വേണ്ടേ? കേരള പോലീസ് പിടിക്കാനുണ്ട്. കോൺഗ്രസ്സുകാർ പിടിച്ചു തന്നാലേ പ്രതിയെ പിടിക്കത്തുള്ളൂ എന്ന് പറയാമെങ്കിൽ അതിൽ പരം നാണക്കേട് വല്ലതും ഉണ്ടോ? അല്ല,
പോലീസുകാരി ലൊക്കേഷൻ നോക്കി അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് മാറുന്നു. എന്തിനാണ് ഈ ലൊക്കേഷൻ നോക്കാൻ നിൽക്കുന്നത്? അതിനു മുമ്പ് തന്നെ അയാൾ പരസ്യമായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് മുതൽ അയാൾക്ക് നിരീക്ഷണ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ അനങ്ങുന്ന അറിയാൻ കഴിയില്ലേ കേരള പോലീസിന്? അല്ല, ഉണ്ടായിരുന്ന സമയത്ത് ആർക്കും സംശയമില്ല. ഇത് തെരുവോ തെറ്റോന്നും ആരും അറിഞ്ഞില്ലായിരുന്നു. അയ്യോ, എത്ര നിഷ്കളങ്കമായിട്ടൊക്കെ ചിന്തിക്കാതെ ശ്രീ പീതാംബരൻ. കേരള പോലീസിനല്ല, കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അക്കാര്യത്തിലൊരു ബോധ്യമുണ്ടായിരുന്നു. പരാതി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അറസ്റ്റ് ഉണ്ടാകുമെന്നും അറസ്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ഇവരൊക്കെ മുങ്ങുമെന്നും ഒക്കെ ഏത് സാധാരണക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കേരള പോലീസിന് അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അല്ല, അതെ, അറിഞ്ഞുകൂടാന്നല്ല, അത് ആ സമയത്ത് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത് മിസ്റ്റർ? ആ സമയത്ത് പരാതി കിട്ടിയാൽ തൊട്ടടുത്ത മിനിറ്റ് വരെ തന്നെ അറസ്റ്റ് ചെയ്യാൻ സംവിധാനമില്ലേ? അല്ലെങ്കിൽ എവിടെ പോകുന്നത് കണ്ടെത്താനുള്ള സംവിധാനമില്ലേ? സമയം തന്നില്ലല്ലോ. അപ്പൊ കേരള പോലീസിനേക്കാൾ വിദഗ്ധനാണോ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ? നല്ല പാകവയ്പിൽ പറയാനുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവൻ ആരാണെന്ന് എഴുതിയിരിക്കുന്നവൻ ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ. ശരി, എന്തായാലും താങ്കൾ കേരള പോലീസിനെ അത്രത്തോളം മോശമാക്കേണ്ട കാര്യമില്ല. കേരള പോലീസ് അത്ര മോശക്കാരൊന്നും അല്ല. അവർക്ക് പിടിക്കണമെന്ന് വിചാരിച്ചാൽ അവർക്ക് പിടിക്കാൻ കഴിയുന്ന ദൂരത്ത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നത് വ്യക്തമാണ്. അതിന് യാതൊരു സംശയവുമില്ല. ശ്രീ ദിവാകരനാണ്